ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് 2300 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കിച്ചൺ ടൂർ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായമാണ് എല്ലാവരും ആ ഒരു കിച്ചൺ കണ്ടിട്ട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ, വീടും വളരെ ഭംഗിയായും സൗകര്യപ്രദമായുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഇത്രയും മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചതുർ ലാബ് ഓഫ് ഫോർമേഷൻസ് വെട്ടിച്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമാണ്. അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താലും അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വർക്കിനൊക്കെ ആവശ്യമായിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഭംഗിയായിട്ടുള്ളൊരു എക്സ്റ്റീരിയർ ഡിസൈനാണ് വീടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. 3300 സ്ക്വയർ ഫീറ്റിലാണ് മനോഹരമായിട്ടുള്ള ഒരു വീട് ചെയ്തെടുത്തിട്ടുള്ളത്. ലൈറ്റ് കളർ തീമിലുള്ള പെയിൻ്റാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഹൈലൈറ്റ് ആയിക്കൊണ്ട് വാൾ ടെക്സ്ചർ പുട്ടി ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ആഷ് കളറും അതുപോലെ തന്നെ ഒരു വുഡൻ കളർ തീമുമാണ് കേട്ടോ ആ ഒരു ടെക്സ്ചർ പുട്ടി കൊടുത്തിട്ടുള്ളത്. അതാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പില്ലറുകൾക്കും ആ ഒരു സെയിം കളർ തീം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വർക്കാണെങ്കിലും ആ ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലാഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുകളിൽ ഒരു പാരപ്പറ്റിൻ്റെ ഭാഗത്ത് നല്ല വലിയൊരു ഗ്ലാസ് പാരപ്പറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയർ വരുന്നത്. വീടിൻ്റെ എൻട്രൻസിൽ തന്നെ ആ ഒരു സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ടാണ് കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോർച്ചായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 പില്ലറുകൾക്കും ആ ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ആഷ് കളറിൽ. പിന്നെ ഇവിടെയൊക്കെ നിറയെ ലൈറ്റിൻ്റെ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഒട്ടും അറിയാൻ പറ്റുന്നില്ല. നൈറ്റ് വ്യൂ കാണാനാണ് കൂടുതൽ ഭംഗി. പിന്നെ ഈ ഒരു മുകളിലുള്ളത് ക്ലാഡിംഗ് ആണ്, സ്റ്റോൺ ക്ലാഡിംഗ് ആണ്. അതിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു ആഷ് കളറിൽ വരുന്നത് ടെക്സ്ചർ വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതും ഈ ഒരു വുഡൻ കളറിൽ കാണുന്നതും ടെക്സ്ചറാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ചെടികളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തും ഒക്കെ നിറയെ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വ്യൂ കാണാനാണ് കൂടുതൽ ഭംഗി. നമുക്ക് എന്തായാലും വീഡിയോ എടുക്കുന്ന സമയത്ത് അതൊരിക്കലും പോസിബിൾ അല്ല. ഈ ഒരു പില്ലർ കണ്ടില്ലേ, ഇതിലും ടെക്സ്ചർ വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പെയിൻറ്റിലുള്ള ടെക്സ്ചറാണ്. പിന്നെ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിലോട്ട് നല്ല നീളത്തിലുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്തായാലും ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ട് ആ ഭാഗത്തും ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലോട്ട് കയറുന്ന ഒരു ഭാഗത്ത് ഇതുപോലൊരു ഗ്രിൽ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാർബിളാണ് കേട്ടോ. അർണ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ മാർബിൾ യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇതുപോലെ ജിപ്സം വർക്ക് കൊടുത്ത് ആ ഒരു ഭാഗത്ത് സീലിങ്ങിലെല്ലാം നല്ല ഭംഗിയിൽ ലൈറ്റുകൾ, സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൽ ഇൻബിൽട്ടായിട്ടുള്ള ഇരിപ്പിടവും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ലോങ് ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ബ്ലാക്ക്, നല്ല ഫിനിഷിങ് വരുന്ന ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ആ ഒരു ഇരിപ്പിടത്തിൻ്റെ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വുഡൻ കളർ കാണുന്നത് പെയിൻറ്റിങ് ആണ് കേട്ടോ, ഒരു ടെക്സ്ചർ പെയിൻറ്റിങ് ആണ് ചെയ്തിട്ടുള്ളത്. 2 ഡോറുകൾ ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും മെയിൻ ഡോറായിട്ട്. ഒന്ന് സെൻട്രൽ ഹാളിലോട്ടും ഒന്ന് ലിവിങ് ഏരിയയിലോട്ടുമാണ് ഈ ഒരു ഡോറുകൾ വരുന്നത്. അപ്പോൾ ഈ ഡോറാണ് കേട്ടോ സെൻട്രൽ ഹാളിലോട്ട് വരുന്ന ഡോറ്.
ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ഒരു ഡോറാണ് ലിവിങ് ഏരിയയുടെ പോർഷനിലോട്ട് വരുന്നത്. രണ്ടും നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരുപാട് വർക്കുകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിങ് ഏരിയയുടെ പോർഷനിലോട്ടാണ്. അപ്പോൾ വളരെ ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ലിവിങ് റൂമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്ലോറിൽ സെയിം തന്നെ മാർബിളാണ് കേട്ടോ, ഒരു സെയിം വൈറ്റ് കളറിൽ വരുന്ന മാർബിളാണ്. സീലിംഗ് ആണെങ്കിലും എല്ലാം വളരെ ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ടീപ്പോയി ഈ ഒരു ലിവിങ് റൂമിൻ്റെ ഇൻറ്റീരിയറിന് ചേരുന്ന വിധത്തിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചൊരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ ഈ ഒരു ഡിസൈന് കാണാനായിട്ട്. ടോപ്പിൽ ഗ്ലാസ്സാണ്, ഒരു പ്ലെയിൻ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോർണറിൽ നല്ല വലിയൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെറ്റിക്ക് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് കളർ തീം. അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ കളർ പില്ലോ കൂടി പെയർ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുത്തെ കർട്ടൻ്റെ കളർ തീം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല ഭംഗിയിൽ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന കേർട്ടൻസാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിൽ ഭംഗി കൂട്ടുന്നതിൽ വലിയൊരു പങ്കാണ് കേട്ടോ ഈ ഒരു കർട്ടൻ്റെ കളർ തീമിന് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെയും ജിപ്സം വർക്ക് ചെയ്തിട്ട് അവിടെയൊക്കെ നല്ല ഭംഗിയിൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നല്ല ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാളിൽ ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ ഷെയ്ഡിലാണ് ആ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വർക്കുകൾ വരുന്നത് മൾട്ടിവുഡിൽ മൈക്ക പ്രസ്സിങ് ആണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ആ ഒരു വാളിൽ ബ്ലാക്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അത് PVC ലോയ്സ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. മുന്നേ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ വാഷ് ബേസിൻ്റെ ഭാഗത്തൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു ഏരിയ കാണാനായിട്ട് ആ ഒരു വാള്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇനിയൊരു ഡോറ് വരുന്നത് ഇവിടെ നിന്നും വീടിൻ്റെ സെൻട്രൽ ഹാളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ ചെയറുകളൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു സെൻട്രൽ ഹാള് വരുന്നത്. ഇവിടെയാണെങ്കിലും മുകൾ ഭാഗത്ത് കണ്ടല്ലോ സീലിംഗ് ജിപ്സം വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയായി തന്നെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ലൈറ്റുകളൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ടൊരു വെറൈറ്റി ഡിസൈനിലുള്ള ലൈറ്റുകളാണ്, ഹാങ്ങിങ് ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ മൊത്തത്തിൽ മാർബിൾ തന്നെയാണ് കേട്ടോ ഫ്ലോറിങ്ങിന് വരുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തത്തിൽ മാർബിളാണ് വരുന്നത്. അപ്സ്റ്റെയറിൽ ഫ്ലോറിങ് വ്യത്യാസമുണ്ട്. നമ്മൾ പുറത്തു നിന്ന് കാണുന്ന ഡോറാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ഡോറാണ്. പിന്നെ ഈ ഒരു പോർഷനിലാണ് വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗം മൊത്തം ആ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു മിറർ യൂണിറ്റൊക്കെ കൊടുത്തിട്ട് ആണ് താഴെ ക്യാബിനറ്റൊക്കെ വരുന്ന രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന വാഷ് ബേസിൻ യൂണിറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു ഇൻഡോർ പ്ലാന്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിൻ യൂണിറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടെയാണ്. ആ ഒരു വൈറ്റ് കളർ തീമും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഈ ഒരു മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോറേജിൻ്റെ ആ ഒരു ഷെൽഫിൻ്റെ ഭാഗത്ത് ഉള്ളിലൊക്കെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വിൻഡോസിനെല്ലാം ബ്ലൈൻഡ്സാണ് ഈ ഒരു ഭാഗത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഏരിയ വരുന്ന രീതിയിൽ നല്ല വലുപ്പത്തിലുള്ളൊരു ഹാളായിട്ടാണ് ഈ ഒരു സെൻട്രൽ ഹാള് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു പോർഷനിലാണ് ടേബിളും ചെയറുകളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല മാർബിൾ ടോപ്പോട് കൂടിയിട്ടുള്ള നല്ല വലിയൊരു ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഒരു ബേ വിൻഡോ മോഡലിലാണ് ഈ ഒരു വിൻഡോ സൈഡ് ചെയ്തിട്ടുള്ളത്. മുകളിലാണെങ്കിലും കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഉള്ളത്. ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ആ ഒരു ബ്ലൈൻഡ്സ് അങ്ങനെ താഴ്ത്തിയിട്ട് കൊടുക്കാനും കഴിയും. നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഇത്. നമുക്കിവിടെ ഇരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയിലുള്ള
അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിളിൻ്റെ നേരെ ആ ഒരു വശത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നന്നായിട്ട് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു പോർഷൻ വാള് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ട് ടെക്സ്ചർ പൊട്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസ് ആണെങ്കിലും ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡ്റൂമുകളുടെ കിച്ചൻ്റെ ഡോറെല്ലാം ഈ ഒരു ഹാളിൽ നിന്നാണ് വരുന്നത്. മുകൾ ഭാഗം കണ്ടില്ലേ, ഒരു സീലിങ്ങിൻ്റെ ഭാഗത്ത് ആ ഒരു വുഡൻ കളറിൽ ആ ഒരു സൈഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പെയിൻറ്റിങ് കൊണ്ടാണ് ആ ഒരു വുഡൻ കളർ തീം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് സ്റ്റെയർ കേസ്, അതിനോട് ചേർന്ന് കാണുന്ന ഡോറ് ഒരു ബാത്റൂമാണ് കേട്ടോ, കോമൺ ബാത്റൂമാണ്. പിന്നെ ഒരു 2 ഡോറ് അടുത്തടുത്ത് കാണുന്നത്, ഒന്ന് കിച്ചൻ്റെ ഡോറും ഒന്ന് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറുമാണ് കേട്ടോ. പിന്നെ ഇത് പ്രയർ റൂമിൻ്റെ ഡോറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പ്രയർ റൂം ഒന്ന് കണ്ടു നോക്കാം. പ്രയർ റൂമും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു പ്രയർ റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത്, എന്നാലും സൗകര്യപ്രദമായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, നമ്മൾ ഡോറ് തുറന്ന് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ വുളു എടുക്കാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനുള്ള ഒരു സൗകര്യം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല സൗകര്യപ്രദമായി തോന്നി. ചിലർ ഇങ്ങനെ ഡയറക്റ്റ് ബാത്റൂമൊക്കെ കൊടുക്കാറുണ്ട് ഒരു പോർഷനിലായിട്ട്. പക്ഷേ അതല്ലാതെ നമുക്ക് ഒതു എടുക്കാനായിട്ട് മാത്രമായിട്ടൊരു സ്പേസ്, ഏറ്റവും ബെറ്റർ ഇതാണല്ലേ ബാത്റൂം കൊടുക്കുന്നതിലും നമുക്ക് ഒതു എടുക്കാനായിട്ടുള്ളൊരു സ്പേസ്. അത് കഴിഞ്ഞ് ഡോർ സെപ്പറേഷനൊന്നും കൊടുക്കാതെ ഇങ്ങനെ ചെറിയൊരു നോർമൽ സെപ്പറേഷൻ കൊടുത്തിട്ടാണ് പ്രയർ റൂം വരുന്നത്. സെയിം ആ ഒരു മാർബിൾ ഫ്ലോറിംഗ് ആണ് ഇവിടെയും വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗം ആ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ്ചർ പുട്ടിയിൽ യെല്ലോ കളറിൽ. ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഖുർആനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പ്രയർ റൂമാണ്. ഇനി നമുക്ക് ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്നൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം. ഇനിയിപ്പോൾ ഹാളിൻ്റെ ഈ ഒരു അറ്റത്ത് 3 ഡോറുകൾ കാണുന്നത്, 2 ബെഡ്റൂമിൻ്റെ ഡോറുകളും ഒരെണ്ണം കിച്ചൻ്റെ ഡോറാണ് കേട്ടോ. സെൻറ്ററിൽ വരുന്നതാണ് കിച്ചൻ്റെ ഡോറ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. മുകളിൽ സീലിങ്ങിലാണെങ്കിലും ആ ഒരു സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ, മാർബിൾ ഫ്ലോറിംഗ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്ത് കണ്ട പോലെ മനോഹരമായിട്ടുള്ള ആ ഒരു കർട്ടൻ്റെ സെറ്റിങ്സ് ഇവിടെയും വരുന്നുണ്ട്. ആ ഒരു ലോങ് കർട്ടന് കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു കളർ തീം കാണാനായിട്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര തന്നെ തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു കർട്ടൻ്റെ കളർ തീം കാണാൻ. പിന്നെ ആണെങ്കിൽ ഇവിടെ ഇതുപോലൊരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ സ്റ്റഡി ടേബിളായിട്ടും, അപ്പോൾ കുട്ടികൾക്കൊക്കെ തൽക്കാലം ഒന്ന് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി യൂണിറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു അറേഞ്ച്മെൻറ്റ് അവിടെ ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാണുന്നതാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത്. കട്ടിലിതായി ഒരു സൈഡിൽ വരുന്നുണ്ട്. നല്ല സിമ്പിൾ ഡിസൈനിൽ വുഡൻ കളർ തീമിലാണ് ആ ഒരു കട്ടിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കർട്ടനൊന്ന് മാറ്റിയിട്ട് ഈ ഒരു പോർഷനൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലാണ് ആ ഒരു വിൻഡോ സൈഡ് കൊടുത്തിട്ടുള്ളത്. ഇൻബിൽട്ടായിട്ട് തന്നെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലവ് ചുരുക്കാനും സാധിക്കും കേട്ടോ. കാരണം നമ്മൾ സെപ്പറേറ്റ് ഒരു സെറ്റിയൊക്കെ ഇടാറാണല്ലോ റൂമിൽ. അപ്പോൾ ഒരുപാട് സ്പേസും ലാഭിക്കാൻ കഴിയും, ചിലവും ചുരുക്കാൻ കഴിയും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു റൂമിൻ്റെ വാർഡ്രോബ് പോർഷൻ വരുന്നത് ഈ ഒരു സൈഡിലാണ്. നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡിൽ മൾട്ടിവുഡിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഗ്ലാസ് ഫിനിഷിങ് വരുന്ന ഒരു അക്രിലിക് പ്രസ്സിങ് ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു കളർ തീമും അതിൻ്റെ ഹാൻഡിലും എല്ലാം കാണാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. അധികം നമ്മളെവിടെയും കാണാത്തൊരു കളർ തീമാണല്ലേ ഒരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡ്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ വരുന്നത്. 2 ബെഡ്റൂമുകളും ഒരു പ്രയർ റൂമും കിച്ചനൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്കൊരു ബെഡ്റൂമാണ് കാണാനായിട്ടുള്ളത്. അപ്പോൾ അത് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെയും ഫ്ലോറിംഗ് എല്ലാം സെയിം മാർബിൾ ഫ്ലോറിംഗ് തന്നെയാണ്. പിന്നെ ഇവിടെ കർട്ടനുകൾക്ക് ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മറ്റേ റൂമിൽ കണ്ടത് ആ ഒരു ലോങ് കർട്ടനാണ്. ഇവിടെ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് വിൻഡോകൾക്കെല്ലാം തന്നെ. പിന്നെ അത് ഈ ഒരു സൈഡിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കട്ടിലാണ് ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു വാളിൽ ഈ ഒരു സൈഡിലായിട്ട് നല്ല വലിയൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാർഡ്രോബ് സൈഡ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് മൾട്ടിവുഡിൽ മൈക്ക പ്രസ്സിങ്ങിലാണ് കേട്ടോ ഈ ഒരു വാർഡ്രോബ് ചെയ്തെടുത്തിട്ടുള്ളത്. കളർ തീമും നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിതാ ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ താഴത്തെ 2 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഇനി അപ്സ്റ്റെയറിലാണ് ബാക്കി 2 ബെഡ്റൂമുകൾ വരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഏരിയ വരുന്നത്. ഇതിൻ്റെ റെയിലിംഗ് ചെയ്തിട്ടുള്ളത് GI റാഡ് വിത്ത് വുഡ് കോമ്പിനേഷനിലാണ്. മുകൾ പോർഷനിൽ കാണുന്നത് വുഡാണ് കേട്ടോ, മറ്റേത് GI പൈപ്പാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ്. മൊത്തം അതിൻ്റെ ആ ഒരു ഡിസൈന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഹാളിലെ മറ്റൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റെയർ കേസ്. അപ്പോൾ സ്റ്റെയർ കേസ് കയറി നമ്മൾ ആ ഒരു വരുന്ന സമയത്ത് ആ ഒരു ലാൻഡിങ്ങിൽ നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ള വിൻഡോസ് എല്ലാം UPVCയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്നും ഈ ഒരു ലാൻഡിങ് കഴിഞ്ഞിട്ട് കയറി പോകുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു ജാളി ഡിസൈന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറം വശം ആ ഒരു പുറത്തു നിന്നുള്ള ഭാഗത്ത് ഗ്ലാസ് കൊടുത്ത് സേഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പൊടിയൊക്കെ ഉള്ളിലോട്ട് കയറുന്നതിന് ഒരു പരിധിവരെ പരിഹാരമാണ്. ഇവിടെ ചെറിയൊരു ഹാളായിട്ടാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിൽ നമ്മൾ താഴത്ത് കണ്ടതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു പോർഷൻ മുകളിൽ നിന്നും നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് ആ ഒരു ഭാഗം കാണാൻ, ആ ഒരു വിൻഡോയും ജാളിയും എല്ലാം കൂടെ. പിന്നെ താഴത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഈ ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മുകളിൽ നിന്നും ഒരു ബാൽക്കണിയിലോട്ട്, പുറത്തെ ബാൽക്കണിയിലോട്ട് ഫ്രണ്ട് സൈഡിലോട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബാൽക്കണി പോർഷൻ അത്യാവശ്യം നല്ല വലിയൊരു നീളത്തിലുള്ള ഒരു ഇരിപ്പിടവും അവിടെ വരുന്നുണ്ട്. നമ്മൾ താഴെ നിന്നും നോക്കുമ്പോൾ കാണുന്ന ഒരു ഗ്ലാസ് റെയിലിംഗ് ഇതാ ഇവിടെയാണ് കേട്ടോ വരുന്നത്. ബാക്കി പോർഷനൊക്കെ ഓപ്പൺ ടെറസായിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആ ഒരു ജാളിയുടെ ഭാഗത്ത് കണ്ടില്ലേ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ളൊരു ഏരിയ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റോൺ ക്ലാഡിങ് ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വരുന്നത്. ഇത് ക്ലാഡിങ് സ്റ്റോണാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ആ ഒരു ടെക്സ്ചർ പുട്ടി ചെയ്ത ഭാഗമാണ് വരുന്നത്. അവിടെ നല്ല വലിയൊരു വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പുറത്തുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി ഇവിടെ മുകളിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ കാണാനുള്ളത്. താഴെ സെറ്റ് ചെയ്ത അതുപോലെ മുകളിൽ ബെഡ്റൂമുകളൊന്നും ഇവർ സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു റൂമിൽ ഇതാ ഇങ്ങനെ കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്ത് നമ്മൾ കണ്ടില്ലേ അതുപോലെ തന്നെ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലൊരു വിൻഡോ ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ 2 വിൻഡോസ് വരുന്നുണ്ട്. ആ ഭാഗം അങ്ങനെ ഒരു വീതിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്രാനൈറ്റൊക്കെ കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കർട്ടനൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല.
ഇനി ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട്ടിൽ ഇതാ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇതാ ബാത്റൂം ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ബാത്റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതാ ഈ ഒരു കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു ബോർഡറൊക്കെ വരുന്നുണ്ട് ഫ്ലോറിങ്ങിൽ. ആ ഒരു വൈറ്റിൻ്റെ കൂടെ ഒരു വുഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്, വുഡൻ കളർ തീമിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ഫ്ലോറിങ് കാണാനായിട്ട്, ആ ഒരു കളർ തീം, കളർ കോംബോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. വിൻഡോസ് ഇതാ ഒരു സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് വാർഡ്രോബും ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആ ഒരു ഭാഗത്താണ് ആ ഒരു ഫ്രണ്ടിലോട്ട് വരുന്ന വലിയ വിൻഡോ വരുന്നത്. അവിടെ ഒരു ലോങ് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു അയൺ ടേബിൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇവിടെ വാർഡ്രോബും ഡ്രസ്സിങ് യൂണിറ്റും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡായിട്ടുള്ള ഒരു ഏരിയ തന്നെ ആ ഒരു പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതായത് ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ റൂമിൻ്റെ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഇവിടെ അപ്സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോറ് ബാക്ക് സൈഡിൽ ആ ഒരു ടെറസിലോട്ട് ഉള്ളതാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു ഹോം ടൂർ വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് വീടിൻ്റെ കിച്ചൺ സൈഡാണ്. അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചനും അതിനോട് ചേർന്ന് വരുന്നൊരു വർക്ക് ഏരിയ, ഒരു വർക്കിംഗ് കിച്ചനും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ വരുന്നത്. അപ്പോൾ കിച്ചൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് കണ്ടു നോക്കുക കേട്ടോ. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കണ്ടു നോക്കുക. കാരണം ഞാൻ ഈ വീഡിയോയിൽ ഇത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കിച്ചൺ സെപ്പറേറ്റ് ആയിട്ട് ഇനി വിശദമായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ആവശ്യമുള്ളവർ അതെടുത്ത് കണ്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ഫസ്റ്റ് കിച്ചനും അതിനോട് ചേർന്ന് വരുന്നൊരു വർക്കിംഗ് കിച്ചനും അടങ്ങിയതാണ്. ഇതാണ് ഫസ്റ്റ് കിച്ചൻ വരുന്നത് കേട്ടോ. ഇവിടെ നിന്നും ഡയറക്റ്റ് ആ ഒരു വർക്കിംഗ് കിച്ചണിലോട്ടൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു കൗണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഞാൻ കിച്ചൺ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കാണാത്തവർ അത് കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത്. ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു വർക്കിംഗ് കിച്ചണിലാണ് വരുന്നത്. നല്ല സൗകര്യപ്രദമായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല ഇഷ്ടമാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത്. ഈ ഒരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഗ്രിൽസ് വരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണുള്ളത്. ഗ്യാസ് സ്റ്റവ്, വിറകടുപ്പ്, സിങ്ക് എല്ലാം ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് കിച്ചണിലോട്ട് ഫുഡൊക്കെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങോട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതാണ് ആ ഒരു കൗണ്ടർ വരുന്നത്. അവിടെയും ആ ഒരു സ്പൈസസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി കൗണ്ടർ ടോപ്പിന് താഴ്ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹോം ടൂറിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ സൗകര്യപ്രദമായിട്ടും വളരെ മനോഹരമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.